ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഇവിടെ ഈ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, താങ്കളുടെ പേരുപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ നടത്തുന്ന തട്ടിപ്പാണ് പറയുന്നത്, അങ്ങനെ ഒരിടപാടിന് ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോൾ പത്രത്തിൽ വായിച്ചുള്ള വിവരമാണ് എനിക്കുള്ളത്. ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു ചിലർ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപം നടത്തുന്നു, അവർക്കെതിരെ ഞാൻ നിയമ നടപടി എടുക്കും എന്ന് റിയാസ് പറഞ്ഞു. അവർക്കെതിരെയാണോ നിയമ നടപടി എടുക്കേണ്ടത്, അതോ ഇതിന് കാരണക്കാരനായി പറയപ്പെടുന്ന ഒരു പ്രമോദ് കോട്ടൂളിയൂരുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം വേണം എന്ന നിലപാടാണോ റിയാസ് എടുക്കേണ്ടത്? കാര്യത്തിലേക്ക് വരുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നവരുടെ മെക്കിട്ട് കയറാനാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ അടഞ്ഞ വാതിലുകൾക്കകത്ത് നടക്കുന്ന ഇടപാടുകൾ അങ്ങനെ തന്നെ നിർബാധം തുടരും. അതെങ്ങനെയെങ്കിലും ഇനി പുറത്തു വന്നാൽ അത് ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കും. ഇതാണോ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയുടെ പൊതു താല്പര്യത്തോടെയുള്ള പ്രതികരണം ഈ വിഷയത്തിൽ വരേണ്ടത്? അഡ്വക്കേറ്റ് ഹസ്കർ. വേണു, കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ഒരു കുഴപ്പം പിടിച്ച ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മാധ്യമ മണിക്കൂറുകൾ ചിലവാക്കുന്നത് കഴിഞ്ഞ 8 കൊല്ലമായി CPM വേട്ടയാടുന്നതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ മാധ്യമ മണിക്കൂറുകൾ വെറുതെ പാഴായിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ തീ എവിടെയെങ്കിലും ഒരു പുക കണ്ടാൽ അവിടെ കാട്ടുതീയാണെന്ന് പറഞ്ഞ് പാഞ്ഞെടുക്കുന്ന സ്വഭാവമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ കോഴിക്കോട് കോഴ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇതുവരെയും ആ പരാതിക്കാരിയെ കണ്ടെത്താൻ ആയിട്ടില്ല. ഒരു ഹോമിയോ ഡോക്ടറെന്നോ ആയുർവേദ ഡോക്ടറെന്നോ പറയുന്നു അവരുടെ ഭർത്താവ് പണം കൊടുത്തു എന്നും മറ്റുമുള്ള ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാത്രമാണ് മാധ്യമ വാർത്തകളായി നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പാഴായ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഏറ്റവും ഫലപ്രദമായി ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ചോദിക്കപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ കേൾക്കാൻ ആഗ്രഹമില്ല, മറിച്ച് നിങ്ങൾ CPM എങ്ങനെ വേട്ടയാടും വിശ്വാസ്യത സംശയാസ്പദമാകുന്നത് പോലെ തന്നെയാണ് PSCയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദവും. ഇപ്പൊ നീറ്റിനെ പറ്റി കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ്? ഒറ്റപ്പെട്ട സംഭവം, 1-2 സംസ്ഥാനങ്ങളിലെ ചെറിയ കാര്യം, അതുകൊണ്ട് പുനഃപരീക്ഷ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. അത്തരമൊരു സമീപനം നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. അത് ദേശീയ തലത്തിൽ തന്നെ വ്യാപം മുതൽ തുടങ്ങിയിരിക്കുന്ന ഒരു വലിയ അട്ടിമറിയുടെ തുടർച്ചയാണ് എന്ന നിലപാടല്ലേ നിങ്ങൾക്കുള്ളത്? അപ്പൊ സംഭവ പരമ്പരകൾ, അതുമായൊക്കെ ബന്ധപ്പെട്ട കാര്യകാരണ ബന്ധം, ഇതൊക്കെ നിങ്ങൾക്കാകാം നിങ്ങൾ എടുക്കുന്ന വിഷയങ്ങളിൽ. ഇത് തന്നെയാണ് PSCയുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യേണ്ടതെന്നേ. അങ്ങനല്ല വേണു, ഇതില് PSCയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. CPM സംഘടനാ സംവിധാനത്തിൽ നിലവിൽ ഇത്തരം പോസ്റ്റിങ്സുകൾ നിശ്ചയിക്കുമ്പോൾ അതിൻ്റെതായ മാർഗരേഖകളുണ്ട്. ആ രീതിയിൽ മാത്രമേ ഇത്തരം പോസ്റ്റിംഗ്സുകൾ ഒരു യോഗ്യത പറയാമോ? 62 വയസ്സിനപ്പുറത്തേക്ക് പോകരുത് എന്നതിനപ്പുറം ഈ മഹത്തായ ഭരണഘടനാ സ്ഥാപനത്തിൽ അംഗമാകാനോ ചെയർമാനോ ആകാനുള്ള ഒരു യോഗ്യത അങ്ങ് ചൂണ്ടിക്കാട്ടാമോ? എന്താണ് ആ യോഗ്യത? അങ്ങനെയല്ല. PSC അംഗങ്ങളുടെ മുഴുവൻ യോഗ്യതകളും പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ നിലവിലുള്ള PSC അംഗങ്ങളുടെ യോഗ്യതകൾ പരിശോധിച്ച് നോക്കൂ. ആ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ആ യോഗ്യതയിലേക്ക് ഓരോരുത്തരെയും നിശ്ചയിക്കുകയും അവരെ തെരഞ്ഞെടുക്കുകയും ശരിയല്ല. അതിലേക്കല്ല എന്റെ ആദ്യത്തെ ചോദ്യത്തിന് അങ്ങയുടെ മറുപടി. ഇന്ന ആക്ഷേപം ഉണ്ടായിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ഇങ്ങനൊരു പ്രതികരണം നടത്തിയിരിക്കുന്ന ആളുകൾക്കെതിരെ ഞാൻ നിയമ നടപടി എടുക്കുമെന്നാണോ ഒരു മന്ത്രി പറയേണ്ടത്? ഇങ്ങനൊരു ആക്ഷേപം വന്നിരിക്കുന്നു എനിക്കെതിരെ, ഞാൻ ഒരു പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്, എനിക്കെതിരെ ഒരു ആക്ഷേപം വരുമ്പോൾ അത് അടിസ്ഥാനപരമായി ഒരു അടിസ്ഥാനവും അതിലില്ല എങ്കിൽ പോലും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നൊരു സമീപനമല്ലേ എടുക്കേണ്ടത്? റിയാസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായില്ല. വേണു, തട്ടിപ്പുകാർക്ക് പലതരം വേഷങ്ങളുണ്ടാവും. അപ്പോൾ ആ തട്ടിപ്പുകാർ പലതരം ആളുകളെ അടുപ്പക്കാർ ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തട്ടിപ്പുകൾ നടത്താറുണ്ട്. അപ്പോൾ ആ തട്ടിപ്പുകൾ നടത്തുന്നവരെല്ലാവരും അത്തരം തട്ടിപ്പ് നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഓരോ രക്ഷാകവചങ്ങളുണ്ടാവും. ഇത്തരത്തിൽ ഏതെങ്കിലും തട്ടിപ്പുകൾ നടത്തിയിട്ടില്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ പൊതുജീവിതം, അദ്ദേഹത്തിൻ്റെ വിവാഹ ബന്ധത്തോട് അതൊന്നുമല്ല പ്രശ്നം. ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉണ്ടായാൽ ഉടനെ ആ മന്ത്രിയുടെ പരാതിയിലാണ് ഇവിടെ അന്വേഷണം വരിക. ഇപ്പൊ MP രാജേഷിനെതിരായിട്ടുള്ള ആക്ഷേപം വരുന്നു, MP രാജേഷ് ഉടനെ തന്നെ DGPക്ക് പോയി പരാതി കൊടുക്കുകയാണ്. ആ DGPയുടെ മഹത്വം ഇപ്പൊ നാടറിഞ്ഞു. ആ DGPയുടെ മഹത്വം എന്താണെന്ന് ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ആ DGPക്ക് പോയി പരാതി കൊടുക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വാദി പ്രതിയാകുന്ന അവസ്ഥയാണ്, പ്രതിവാദിയാകുന്ന അവസ്ഥയും. ഇങ്ങനെയാണ് ഈ അന്വേഷണം പോകുന്നത്. എന്നിട്ട് ഇതിനെ കൊമ്പുലിക്കുകയാണ് ഇപ്പോൾ റിയാസ് പറയുന്നത് ശക്തമായ നടപടി ഈ സർക്കാർ എടുക്കും മുഖം നോക്കാതെ എന്ന്. ശരിയാണ്, ഈ മുഖം നോക്കാതെ എടുക്കുന്ന നടപടി എന്ന് പറഞ്ഞ് നാം അനുഭവിക്കുന്നതെല്ലാം ഇത്രയും വിചിത്രമായ നടപടികളാണ്.
വേണു, ആരെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു മന്ത്രിയുടെയോ അതല്ലെങ്കിൽ ഉന്നത സ്ഥാനാരിയായിട്ടുള്ള ആരുടെയെങ്കിലും പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. ആ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കുമെന്നേ. ആ തട്ടിപ്പിൽ ആരാണ് ഉത്തരവാദി അത് കണ്ടെത്തും, ഒരു സംശയം വേണ്ട. മാത്രമല്ല അത് തട്ടിപ്പല്ല, ഇത്തരത്തിൽ വാർത്ത മെനഞ്ഞതാണോ, ഇതൊരു കെട്ടുകഥയാണോ, ഊഹാപോഹമാണോ, അതും പൊതുസമൂഹം അറിയണ്ടേ. അത് അന്വേഷണത്തിലൂടെയാണല്ലോ കണ്ടെത്താൻ കഴിയുക. നിങ്ങൾക്ക് ഇതുവരെ ഈ പരാതിക്കാരി എന്ന് പറയുന്ന വ്യക്തിയെ പൊതുമധ്യത്തിൽ എത്തിക്കാനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനോ ഒരു തരത്തിലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഈ 24 മണിക്കൂർ കഴിയുമ്പോൾ അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ കഴിവുകേടായിട്ടാണ് കാണേണ്ടി വരുന്നത്. ഇതൊരു ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊണ്ട് നമുക്കിങ്ങനെ ചർച്ച ചെയ്യാനാവില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു ആരോപണം ഉയർന്നപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെ മാധ്യമങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ കുടുംബനാഥൻ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ്, അയാളിതിൽ തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞുകൊണ്ട് അയാളിതിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ വിവരം പുറത്തു വന്നതിന്റെ ഒരടിസ്ഥാനം ഈ പരാതിക്കാർ പൊതുവായി വാർത്താ സമ്മേളനം നടത്തും എന്ന് പറഞ്ഞപ്പോഴാണ്. ഇതിന് മുമ്പത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു അറബി ഇവിടെ വന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യപ്പെട്ടത് അല്ലേ? അപ്പൊ വാർത്താ സമ്മേളനത്തിന്റെ ആഘാതം എന്താണെന്ന് ഈ പാർട്ടിക്ക് നന്നായി അറിയാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പണം തിരികെ നൽകും, അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് നിങ്ങൾ പോയാൽ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിയമപരമായ നടപടിക്ക് വിധേയമാകേണ്ടി വരുമെന്നാണ്. അപ്പൊ ഇത് അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങളാണ് ഇത്തരം ശാസനകൾ പുറപ്പെടുവിക്കുന്നത്. ഹസ്കർ, വേണു, ഇതൊക്കെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു? ഇത് സെറ്റിൽ ചെയ്തു എന്നും അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ കേസെടുക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്നതൊക്കെ എന്തു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്, എന്തു വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു വാർത്ത പ്രവീൺ കുമാറിന്റെ പ്രതികരണമാണല്ലോ. നിങ്ങളുടെ മുന്നിൽ നിയമപരമായ നടപടി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവീൺ കുമാറാണ്. ബാർ കോഴയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും വലിയ കുഴപ്പക്കാരനായി കാണുന്നത് തിരുവഞ്ചൂരിന്റെ മകനെയാണ്. ഇങ്ങനെ നിങ്ങൾ തന്നെയാണെന്ന് ഈ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഈ പൊയ്വടികൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നടത്തുന്ന കളവുകളും നിങ്ങൾ നടത്തുന്ന കള്ളത്തുരങ്ങളും സ്വാഭാവികമായി നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായി അന്വേഷണത്തിന് വിധേയമാകും. അങ്ങനെ അന്വേഷണത്തിന് വിധേയമാകുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറം പുറത്തു കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്ന വലിയ മാലപ്പടക്കങ്ങൾ നനഞ്ഞു പോകുന്നതായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുബോധം. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ പൊതുബോധം അത് തിരിച്ചറിയുന്നു. നിങ്ങൾ എത്ര ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു, ഏതെങ്കിലും ഒരു ആരോപണത്തിന് അടിസ്ഥാനപരമായി നിലനിർത്തിയാൽ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. 24 മണിക്കൂർ കഴിഞ്ഞില്ലെന്നേ കോഴിക്കോട്ടെ ഈ PSC കോഴ വിവാദം എന്താ ഇപ്പോൾ നിങ്ങൾ പറയുന്നു സെറ്റിൽ ചെയ്തു. അപ്പോൾ അത് തീർന്നു. അങ്ങനെയാണ് നിങ്ങൾ ഓരോ ആരോപണങ്ങളെയും കൊണ്ടുവരുന്നത്. നിങ്ങളുടെ മാധ്യമ മണിക്കൂറുകൾ പാഴായി പോകുന്നു. ഇതൊന്നും പഴയ പോവുകയല്ല. എന്തുകൊണ്ട് റിയാസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾക്ക് പണമിടപാട് നടത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ പുറത്തു വരുന്നു എന്നത് റിയാസ് പരിശോധിക്കേണ്ടതാണ്. പ്രവീൺ കുമാറിന്റെ മേൽ നിയമ നടപടി എടുത്തിട്ടല്ല. എന്തുകൊണ്ട് അങ്ങനെ സ്വയം പ്രതിരോധത്തിലാകാവുന്ന ഒരു സോഫ്റ്റ് ടാർഗറ്റായി താങ്കൾ മാറുന്നു എന്നത് അദ്ദേഹം തന്നെയാണ് പരിശോധിക്കേണ്ടത്. നേരത്തെ ജ്യോതിയും അതാണ് പറഞ്ഞത്.